ഇജാതി ഗെയിം എന്ന് പറഞ്ഞാൽ ഇജാതി ഗെയിം. അതായത് ഒരു ഫോൺ ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗെയിം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒന്നാമത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ദ ഡോഗ്, അതായത് പട്ടിയെ രക്ഷിക്കുക. പട്ടിയെ രക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പട്ടിക്കുട്ടീനെ ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അതുപോലെ തന്നെ പട്ടിക്കുട്ടീനെ കുത്തി ഓടിക്കാനായിട്ട് കുറെ തേനീച്ച വരും. നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ തേനീച്ചയുടെ കുത്തിത്തിരിപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പട്ടിക്കുട്ടീനെ രക്ഷിക്കണം. അതിനായിട്ട് പട്ടിക്കുട്ടിയുടെ പുറത്തായിട്ട് ഇങ്ങനെ വരച്ച് നമുക്ക് ഓരോ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഷേപ്പിൽ വിടവോ ഓട്ടയോ ഉണ്ടെങ്കിൽ പട്ടിക്കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആവാൻ കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്. നിങ്ങൾക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾ വെറുതെ എവിടെയെങ്കിലും പോസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് മസ്റ്റ് ആയിട്ടും കളിക്കാൻ പറ്റിയതാണ്. രണ്ടാമത്തെ ഗെയിം നോക്കാവേ, ഫെയിലി ബ്രേക്സ് 2. അതായത് ബ്രേക്ക് നഷ്ടപ്പെട്ട ഒരു കാറാണ് ഇവിടുത്തെ മെയിൻ താരം. ഈ കാറ് നമ്മുടെ കയ്യിലാണുള്ളത്. നമ്മൾ ജസ്റ്റ് ഇതിനെ ഓടിച്ചോടിച്ച് ഒരുത്തൻ്റെയും വായി പോയി കയറാണ്ട്, ഒരു വണ്ടിയിലും പോയി തട്ടാണ്ട്, അതുപോലെ തന്നെ ബ്രിഡ്ജിൽ തട്ടാണ്ട്, കല്ലിൽ തട്ടാണ്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് 2-3 റോഡൊക്കെ വരും, അതുപോലെ തന്നെ വണ്ടികൾ വരും. വേറെ വണ്ടിയിലൊക്കെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഡാമേജ് ഒക്കെ ആവും. അത് മാത്രമല്ല, നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ചാടി ഇങ്ങനെ കുതിക്കാനൊക്കെ ആയിട്ടുള്ള മറ്റേ സ്ലോപ്പൊക്കെ അവർ പണിത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കയറുന്ന സമയത്ത് നേരെ കയറിയില്ല എന്നുണ്ടെങ്കിൽ കിണറ്റിൽ പോയി വീഴും. അപ്പോൾ അതൊക്കെ നോക്കി കറക്റ്റായിട്ട് കളിക്കേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് വണ്ടി മറിഞ്ഞ് വീഴുന്നതും ആളതിനകത്ത് തെറിച്ച് പോകുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം സ്റ്റെൽത്ത് മാസ്റ്റർ. സ്റ്റെൽത്ത് മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഉണ്ട തലയുള്ള ഒരു ജീവി ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ എല്ലാ ഗെയിമിലും കാണുന്ന മറ്റേ മുട്ടത്തലയൻ ഒരു ഉണ്ട സാധനം ഉണ്ടല്ലോ, അതാണ് ഇതിനകത്തുള്ള താരം. അവൻ്റെ കയ്യിൽ വാളുണ്ട്, അവർ നിഞ്ചയാണ്. ഓക്കെ, അപ്പോൾ ഈ നിഞ്ച എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗണ്ണൊക്കെ ആയിട്ട് കാവലിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ പുറകിൽ കൂടി പോയി വെട്ടി നശിപ്പിക്കണം. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നവന്മാർ തിരിയുന്ന തക്കം നോക്കി വേണം നിങ്ങൾ അവന്മാരെ പോയി വെട്ടി നശിപ്പിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വാളാണെന്നും അവൻ്റെ കയ്യിൽ തോക്കാണെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിൽ വെച്ചിരിക്കണം. അവൻ നിങ്ങൾ നപ്പുരൂപ്പരാക്കി കളയും. അപ്പോൾ അതിന് മുന്നേ അവനെ പുറകിൽ കൂടി പോയി വെട്ടി നശിപ്പിച്ച് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഗെയിമാണ്. ഓരോ ലെവൽ കഴിയുമ്പോഴും നമുക്കിങ്ങനെ കളിക്കാനായിട്ടുള്ളൊരു ഊർജ്ജം കൂടി വരും. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം ഇതാണ്. ഇനി അടുത്തത് നോക്കാം, കുബൂം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടറാണ്. നമ്മുടെ കയ്യിൽ ഒരു ഗണ്ണ് തന്നിരിക്കും. ഇതൊരു മൾട്ടി പ്ലെയർ ആണ്. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നവരും മനുഷ്യരായിരിക്കും. നമ്മുടെ കൂടെ 5 പേര് കാണും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് 5 പേര് കാണും. അവരെയൊക്കെ നശിപ്പിക്കുക. ഒരു ഡെത്ത് മാച്ച് പോലെയാണ് പരിപാടി. ഇതിനകത്ത് കറക്റ്റായിട്ട് എല്ലാവരെയും വെടിവെച്ചിടുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടീമിന് സ്കോർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. നമ്മുടെ പബ്ജിയിലൊക്കെ ഡെത്ത് മാച്ച് കളിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതുപോലെ തന്നെയാണ് പരിപാടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെടുന്ന വരും. ഫൈനലായിട്ടുള്ളത് എൻ്റെ ദൈവമേ, ജോണി ട്രിഗർ ഒരു അന്യായ ഗെയിമാണ്. അതായത് 2 ഗണ്ണൊക്കെ തന്നിട്ട് നമ്മുടെ ഉണ്ട മനുഷ്യൻ ഇങ്ങനെ ഓടിപ്പോവും. എന്നിട്ട് ഒരു പൊസിഷൻ എത്തുമ്പോൾ സ്ലോ മോഷനിൽ ചാടും. അതായത് സ്ലോ മോഷനിൽ ചാടുമ്പോൾ അവിടെയായിട്ട് നമ്മുടെ എനിമീസ് നിൽക്കും. സ്ലോ മോഷനിലൂടെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് എയിം ചെയ്ത് വെടിവെച്ചിടണം. നിങ്ങൾ എവിടെയെങ്കിലും പാളി പോയാൽ നിങ്ങളുടെ തല ചിഹ്നം ആയി ചിതറിപ്പോകും. നിങ്ങളിങ്ങനെ തലകുത്തനെ ചാടുമ്പോൾ കണ്ണ് ഓരോ പൊസിഷനിൽ വരും. ആ പൊസിഷൻ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെടിവെക്കുക. വീണ്ടും അത് വേറൊരുത്തിൻ്റെ തലയുടെ ഭാഗത്ത് വരുമ്പോൾ വീണ്ടും വെടിവെക്കുക. ലെവൽ കംപ്ലീറ്റ് ചെയ്യുക. കിടിലൻ ഗെയിം എന്ന് പറഞ്ഞാൽ കിടിലൻ ഗെയിം. ഇതിങ്ങനെ സ്റ്റണ്ടൊക്കെ കാണാൻ ഈ ഗെയിം ഭയങ്കര സ്മൂത്താണ് കേട്ടോ. ഇത് ഡെവലപ്പ് ചെയ്തവൻ്റെ കഴിവ് തന്നെയാണ്. ഹൈ ഗ്രാഫിക്സ് ഉള്ള വലിയ ഗെയിമുകൾക്ക് നമുക്ക് തരാൻ പറ്റാത്ത സാറ്റിസ്ഫാക്ഷനാണ് ഈ ഒരു ചെറിയൊരു കുട്ടി ഗെയിം നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ട്രിക്സ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഈ ഗെയിംസ് ഇഷ്ടപ്പെട്ടു, ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലവ് യു ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം.